മുൻ പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ സമുച്ചയങ്ങളിലെയും രോഗനിവാരണത്തിനായി കാത്ത് കിടക്കുന്ന ഒരുപക്ഷെ ഇന്ന് സൗകര്യങ്ങളുടെ ഒരു ദൗർലഭ്യം മൂലം സേവാഭാരതിയുടെ അനുഗ്രഹം കൊണ്ട്, കാരുണ്യ പ്രവർത്തനം കൊണ്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുടുംബക്കാർക്കും ഈ പ്രദേശത്ത് ഒരുപക്ഷെ ഇന്ന് മഹാബലിയുടെ നാമത്തിൽ അന്നം കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ബഹുമാനപ്പെട്ട വേദിക്കും എൻ്റെ വിനീത നമസ്കാരം. 24ാമത്തെ ഓണസദ്യ, 25ാമത്തെ ഓണസദ്യ എന്ന് പറയുന്നത് സിൽവർ ജൂബിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഘോഷിക്കുന്ന അത് തന്നെ ഒരു ഉത്സവമാണ്. പക്ഷെ ഇതൊരു ഉത്സവമായി നമുക്കൊരിക്കലും ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദി പോലും എനിക്ക് യോജിപ്പില്ലാത്തതാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. ഇത് തീർത്തും ഇങ്ങനെ ഒരു മേട ഉണ്ടാവാതെ എല്ലാവരും ഇരിക്കുന്ന അതേ നിരപ്പിൽ ഒരു വിളക്ക് കൊളുത്തി അധികം വർത്തമാനമൊന്നുമില്ലാതെ ഒരു അധ്യക്ഷൻ മാത്രം ഇതിൽ സംസാരിച്ച് കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാണ് എൻ്റെ പദ്ധതി. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഓണസദ്യയിൽ വിളമ്പാനായിട്ട് അതിഥിയായിട്ട് എത്തുന്നത് 2001-ലോ 2002-ലോ ആണ്. എനിക്ക് കൃത്യമായി ഓർക്കാൻ പറ്റില്ല. 2004 മുതൽ ഉള്ള കാര്യം ഇവിടെ മുരളിക്കറിയാം. അതിലെനിക്ക് തോന്നുന്നു 2012-ൽ മാത്രം എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച എൻ്റെ അമ്മ മൺമറഞ്ഞ ആ വർഷം മാത്രം ഞാൻ പങ്കെടുത്തില്ല. അമ്മ പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഇത് ചെയ്തിരിക്കണം എന്നാണ്. അമ്മയുടെ നേരാങ്ങള സനൽജിക്ക് ഉള്ള സമർപ്പണമായിട്ടാണ് അമ്മ അത് പറഞ്ഞത്. സനൽജി ഇതിനു വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം, ജീവൻ എല്ലാം ഒഴിഞ്ഞു വെച്ച് സത്യത്തിൽ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹമൊക്കെ കിട്ടേണ്ടത് അദ്ദേഹത്തിന്. അപ്പോൾ അനന്തരവന് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചത് വഴി കാണുമ്പോൾ വലിയ സൗഖ്യമുള്ള കാഴ്ചയാണ് ഹൃദയത്തിന്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് 25ാമത് എന്ന് പറയുന്ന ഒരു പെരുമ തന്നെയാണ്. ഇത്രയും ദൂരം ഇവർക്കിത് സംഘാടനത്തിലൂടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ വലിയ പെരുമ തന്നെയാണ്. ഇത് വേറെ വിവിധ രീതിയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് പാരാമെഡിക്കൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ അന്നം എന്ന് പറയുന്നത് മറ്റ് ഭക്ഷണശാലകളിലോ അല്ലെങ്കിൽ വിപണനശാലകളിലോ ഒന്നും ലഭിക്കും